ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, ഒരു ലോഡ് പെണ്ണുങ്ങൾ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, മൈൻഡ് ചെയ്തു നിങ്ങളത്. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മളെ വെഡിങ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ്. നിശി ചേച്ചി അന്തറാവോ കണ്ട, ഞാൻ പഠിച്ച നിശി ചേച്ചിയുടെ ജോലിക്കാരിയായിട്ടാണ് ഞാൻ പഠിച്ചത്, എന്റെ ഹിന്ദി കുറച്ചൊക്കെ. അപ്പൊ ചേച്ചിയാണ് എന്റെ മേക്കപ്പ് ഇന്ന് ചെയ്തു തരണത്. വരണം എന്റെ സ്റ്റൈലിസ്റ്റ് ആണ്. ഫുള്ള് ലുക്ക് ഇരുന്ന് അപ്പിരുന്ന് പറയാം. എന്റെ കൺട്രാക്കാണ് ഗൈസ്, പുള്ളിക്കാരി അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോണ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് ചെയ്യും. ചേച്ചി മെയിൻ ആയിട്ട് ചെയ്യണത് എന്റെ കണ്ണുണ്ടല്ലോ, അതെനിക്ക് കോച്ചുവാദം വന്ന പോലെ ഇരിക്കണ ചേച്ചി ശരിയാക്കി തരണം. ഓക്കെ, നമുക്ക് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലെൻസ് ആണ് വയ്ക്കാൻ പോണ. ഇന്നാ സ്റ്റൈലിസ്റ്റ് പിടിച്ചോ, അങ്ങനെ ചുമ്മാ അതൊന്നും പൊതിഞ്ഞോണ്ടിരിക്കട്ടോ, പിടിച്ചോ. ഇതുണ്ട്, ഹെയ്സലും ഉണ്ട്, മറ്റേ ഒലീവ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. ഹെയ്സൽ അന്ന് ഓർമ്മ ഉണ്ടോ? ഞാൻ നമുക്ക് നോക്കാം തന്നെയല്ലേ. ഹെയ്സലോ. അപ്പൊ നമുക്ക് ആദ്യം ലെൻസിൽ തുടങ്ങാം. റീസെന്റ് ആയിട്ട് ഞാൻ അക്കോ ലെൻസിന്റെ വെച്ചപ്പോൾ എന്നറിയോ, എനിക്ക് കണ്ണ് കണ്ടുകൂടെ ബ്ലറായി, എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഓ ലെൻസിലോട്ട് മാറി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയെങ്കിലും നമുക്ക് ഫീൽ ചെയ്യൂല. ഭയങ്കര ലൈറ്റ് വെയിറ്റും ആണ്, അടിപൊളിയാണ്. ഹെയ്സലാണ് ഷെയ്ഡ്. വയ്ക്കട്ടാ. അതായത് ലെൻസ് ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഞാൻ സാധാരണ വയ്ക്കണേ ഞാൻ കാണിച്ചു തരാമേ. മറ്റേ ഹിഡൻ കഴിവ്, ഞാൻ ലെൻസ് വയ്ക്കണമെന്ന് നോക്കിയോ. ഓക്കെ, ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് വയ്ക്കും. സൈക്കോപാത്ത്. ലെൻസ് തരട്ടാ നിനക്ക് വയ്ക്കാൻ. എടി കണ്ണ് സൂപ്പർ ആയിട്ട് ഇരിക്കും. എന്റെ ഇരിക്കുന്ന ഇഷ്ടം പോലെ ഇരിക്കും. നിനക്ക് ഇഷ്ടമുള്ളവരെണ്ണാട്. എനിക്ക് ഹിഡൻ കഴിവില്ലേ, ആ ഒരൊറ്റ കഴിവ് വരെയൊക്കെ പറയാൻ എനിക്കിതാണ്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുക. ഒരുപാട് അലയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ആണുങ്ങളെ സൗണ്ട് വരും. അങ്ങനെയൊക്കെ ഉള്ള കഴിവാണ് എനിക്കുള്ളത്. ചേച്ചി വരൂ, തുടങ്ങും നമ്മുടെ. ചേച്ചി എന്നിട്ട് മുഖം സീരിയസ് ആയിട്ട് വെച്ചേക്കണം ഇല്ലേ? എവരും ഞെട്ടിപ്പോയി. ചേച്ചി നോക്കിപ്പോ ഒരു ഡസൻ ആൾക്കാർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എംബ്രിയോലിസാണ് ഇടണത്. ഇത് നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും ആൻഡ് നമുക്ക് ഭയങ്കര ഒരു ഗ്ലോ തരും. പ്രൈമറാണ്, റേഡിയൻ പ്രൈമർ. നമ്മളൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നാഴ്സിന്റെ നമ്മൾ തന്നെ സ്ഥിരമല്ലേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ട് ഇച്ചിരി ഫൗണ്ടേഷൻ ഭയങ്കര ഗ്ലോ ആണ്. നെക്സ്റ്റ് നമ്മൾ കളർ കറക്റ്റ് ഇടാൻ പോവേണേ. പീച്ചാണ് ഉടേടാ. ഇവിടെ കണ്ട, ഇവിടെയൊക്കെ എനിക്ക് ഡാർക്ക് സർക്കിൾസ്, ഉറങ്ങാത്തതിന്റെ കുരുവൊക്കെ വന്നു പോയതിന്റെ പാടുകൾ. പിഗ്മെന്റേഷൻ നോർമൽ എല്ലാവർക്കും ഉള്ള എനിക്കുണ്ട്. ഇല്ലേ പിഗ്മെന്റേഷൻ ഇല്ലേ? ഇല്ല. ഞാൻ പീൽ ചെയ്തപ്പോ പിഗ്മെന്റേഷൻ ഒക്കെ പോയി. ആകെ ഞാൻ പറഞ്ഞേ, കണ്ണിന്റെ താഴെ ഒരു കുറച്ച് ക്ഷീണം മാത്രമേ ഉള്ളൂ. ചേച്ചി എന്തിനും പറ്റി നമുക്ക് ഇല്ല ഒട്ടിച്ചു വെച്ചാൽ മാറും. ചേച്ചി എന്റെ കൂട്ടുകാരിയ, ഞാൻ പറഞ്ഞില്ല എഴുന്നള്ളത്ത് പോലെ ഇരിക്കണം അവളെ കണ്ട. ആനെ പോലെ നിൽക്കുകയും ചെയ്യുന്നു അവള്. ഞാൻ പറഞ്ഞില്ല, എന്റെ എല്ലാരും നിശ ചേച്ചി ഉൾപ്പെടെ എല്ലാരും എഴുന്നള്ളത്തിന് നിൽക്കണക്കെ നിൽക്കണം. എനിക്ക് അതാണ് ആഗ്രഹം. നമ്മൾ അടുത്ത നെക്സ്റ്റ് ഫൗണ്ടേഷൻ. പിന്നെ ചേച്ചിയുടെ എന്തെങ്കിലും സീക്രട്ട് സാധനം ചേച്ചിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ ചെറിയ പൊടിയാന്ന് പറഞ്ഞു തരൂലേ. അതൊക്കെ രഹസ്യമായിട്ട് എനിക്കൊരുക്കാൻ പറഞ്ഞു തരും. ചേച്ചി പുറത്ത് പറയാറില്ല. എനിക്ക് ഇഷ്ടം പോലെ പറഞ്ഞു തരാറുണ്ട്. നമ്മുടെ ഫേസ് മേക്കപ്പ് ഏകദേശം സെറ്റായി. ഇപ്പൊ ഇതാ കോണ്ടൂർ ചെയ്യണുണ്ട്. ഇനി നെക്സ്റ്റ് ബ്ലഷ്. ഇനി കണ്ണിന്റെ അണ്ടർ ഐയിൽ സെറ്റ് ചെയ്യാണ്ട്. കാരണം എനിക്ക് ഇവിടെ കുറച്ച് ലൈൻസ് ഉണ്ട്. അപ്പം നമ്മൾ എത്ര പെട്ടെന്ന് പൗഡർ ആണ് അത്രയും പെട്ടെന്ന് എനിക്ക് അല്ലേ ലൈൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ലാസ്റ്റ് സോ നമ്മൾ ബ്ലഷ് ഇട്ടു. ബ്ലഷ് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തും ഇല്ലാത്താണ് കാണുന്നത്. അടുത്ത ബെൽറ്റ് കളറില്ല. ഞാൻ ലിപ് ലൈൻ ചെയ്യട്ടാ. ലിപ് ലൈൻ എനിക്ക് എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ മേലെ കൂടെ ഒക്കെ കേക്ക് വരയ്ക്കണമെങ്കിൽ എനിക്കൊരു സന്തോഷം കിട്ടുള്ളൂ. അതായത് ഇത് രണ്ടും എനിക്കിത് ചെറുതും കുറച്ച് വലുതുമാണ്. എന്നാലും ഇത് രണ്ടും മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് അങ്ങനെ വരച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും.
ലുക്ക് ഫുൾ കംപ്ലീറ്റ് നമ്മൾ ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ചെറിയ ഒരു ഐ ലുക്കാണ് ചെയ്തത്. ലാഷ് വെച്ചതിന്റെ ആ ഒരു ബ്ലൂവിന്റെ വൈറ്റ് ചെറുതായിട്ട് അത് കുറച്ച് ഇടുമ്പോൾ മാറൂടാ എന്നുവെച്ചാൽ ബ്ലൂ ഉണങ്ങി വരുമ്പോഴേക്കും നെക്സ്റ്റ് കുറച്ച് കണ്ണിലിട്ടായിരുന്നു ചേച്ചി ഇത് ഇട്ടോ നെക്സ്റ്റ് കുറച്ച് ഹൈലൈറ്റർ. ചേച്ചി കഴിഞ്ഞല്ലേ? മുഖത്തെ മേക്കപ്പ് കഴിഞ്ഞ കേസിന് നമുക്ക് ചേച്ചി ഈ സെറ്റിംഗ് സ്പ്രെഡ് ചെയ്യുന്ന ചേച്ചി ഇത് സെറ്റ്. നമ്മുടെ ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഹെയർ ചെയ്യണം, സാരിയും ചെയ്യണം. പക്ഷെ നമുക്ക് പൂവിൽ ഒരു പണി കിട്ടിയ വയസ്സ് നമ്മളിങ്ങനെയല്ല അല്ലെ, നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? ചെയ്യാം, ടെൻഷൻ വേണ്ട. ഓക്കെ, നമ്മൾ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ക്രൈസാന്തമ പൂവാണ് സെറ്റ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഓർഡർ എടുത്തത് വന്നത് വേറൊന്നും, അതും കരിച്ച് പറത്തി ഒരു കാപ്പിയോട് കൂടി കുടിച്ചതിന് ശേഷം ഞാൻ ഹെയർ സ്റ്റൈൽ ഇട്ട് വരുന്നതാണ്. എനിക്കൊരു കല്യാണം എന്നല്ല, അതെപ്പോഴും അറിയാം, നെറ്റി ചുട്ടി വെച്ചപ്പം എനിക്കൊരു കല്യാണക്കായിരുന്നു, കല്യാണം പോലത്തെ ഒരു സംഭവം വന്നത്. നമ്മുടെ ഇതവിടെ ഏത് സെപ്റ്റംബർ 3-4 വെറൈറ്റി ഇരിപ്പുണ്ട്. ഞാൻ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാമേ. കുഞ്ഞു ചേച്ചി വെള്ളവും ഇത് കണ്ട നമ്മുടെ മുടിയുടെ തുമ്പില് കൊള്ളാല്ലേ? ഇത് സെറ്റല്ലേ? ഇപ്പോഴും പറഞ്ഞോണ്ട് ഞാൻ മറ്റേ ഈ ഒരൊറ്റ മാല മാത്രം ഇട്ട് നൈസായിട്ട് ഇപ്പൊ അമ്പലത്തിൽ പോയി താലിയും കെട്ടി വെച്ചപ്പോ എന്നെ ആരും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആഭരണ വിഭൂഷയായിട്ട് സോ നമ്മളിതാ സാരി ഡ്രേപ്പ് ചെയ്യാൻ പോവുകയാണ്. പറഞ്ഞോളൂ, പാടാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രേപ്പിസ്റ്റ് വഴി സാരി കൊടുക്കുന്നത്. എന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ സോൾവ് ചെയ്ത് തരാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ദാ നമുക്ക് ബാക്ക് ഓയിൽ തുടങ്ങാം. എനിക്ക് പ്രത്യേകിച്ച് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ചേച്ചി ചെയ്ത് തന്നിട്ടുണ്ട്. ഹെയറിൽ മണിയും മയിൽപ്പീലിയും എല്ലാം ആയിട്ട്. ആൻഡ് മേക്കപ്പും ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് എൻ്റെ ബേസ് ഉണ്ടല്ലോ ഇങ്ങനെ ഡൂയി അല്ലേ, ഭയങ്കര ഡൂയി ആയിട്ട് ഭയങ്കര ഹാപ്പി ബേസ് ആണ്. ഭയങ്കര നാച്ചുറൽ വെച്ചാൽ ഭയങ്കര എങ്ങനെ പറയാൻ സട്ടിൽ. എനിക്ക് ഏറ്റവും സന്തോഷമായത് എനിക്ക് ഭയങ്കര സട്ടിൽ. എനിക്ക് എൻ്റെ സ്കിന്നിൽ തൊട്ടണക്ക് തന്നെ അത്ര അടിപൊളിയായിട്ടാണ് മേക്കപ്പ്, ഹെയർ എല്ലാം. എസ്പെഷ്യലി ബ്ലൗസ് കണ്ട, ബ്ലൗസ് ഫുള്ള് വർക്ക് ചെയ്ത്, അതായത് അങ്ങ് കൊടുത്തതേ ഓർമ്മയുള്ളൂ, അങ്ങോട്ടിരുന്ന് അങ്ങോട്ട് പണി തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ഇതേ കണക്ക് കല്യാണത്തിന് ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് കോണ്ടാക്ട്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരൂല, നിങ്ങൾക്കൊരു നിരാശയും വരൂല. അത്ര അടിപൊളിയായിട്ട് ചെയ്തു തരും. ഇത് ഇത്ര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സാരിയുടെ ഓക്കെ എൻഡില് ഇത് ശിവന്റെ നമ്മൾ കൈലാസമാണ്. ഇനി എൻ്റെ സ്റ്റൈലിസ്റ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരേ ഹൈറ്റാണ്. പക്ഷെ ഞാൻ ഒരു 3 ഇഞ്ചിൻ്റെ ഹീൽ ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഈ എല്ലാ ഓവറോൾ എൻ്റെ എല്ലാ ലുക്കിനും എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്ത വീണയാണ്. എന്നെ വന്ന് മേക്കപ്പ് ചെയ്യണ കല്യാണത്തിന് മുമ്പ് എല്ലാം ചേച്ചി ഒരു ട്രയലൊക്കെ നോക്കി എല്ലാം എൻ്റെ ഫേസിന് ചേരണം, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. ഈ ഒരു ലുക്ക് ഇത്രയും അടിപൊളിയാക്കാൻ വീണയും ഒരു കാരണമാണ്. തരട്ടെ ഞാൻ നന്ദി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ രണ്ടും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളും ആണ്.